പ്രാർത്ഥിച്ചോ? എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. വെല്ലുപ്പച്ചനും വെല്ലുമ്മച്ചയും നമ്മളെ കാത്തിരിക്കും. അച്ചു, ആ കേക്ക് കട്ട് ചെയ്യാം. പപ്പ ജോലി സ്ഥലത്താ, റൂമിൽ എത്തുമ്പോൾ വിളിക്കാനാ പറഞ്ഞേക്കുന്നത്. അല്ല മോന് ഈ കണ്ണടച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. കട്ട് ചെയ്യാം. ആരാ വന്നെന്ന് തോന്നി വരുന്നേ. സുഖമായിട്ടിരിക്കുന്നത് എന്നാ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ? എങ്ങനെ വരാതിരിക്കുന്ന ചേട്ടന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അച്ചു. ഇതാണ് സിസ്റ്റർ തന്നിട്ട് ഗിഫ്റ്റ് ആട്ടോ. അയ്യോ വേണ്ട അമ്മച്ചി, പ്രാക്ടീസ് കഴിഞ്ഞ് വരുന്ന വഴിക്കാം. അച്ചാസം ചെല്ലട്ടെ. അയ്യോ വേണ്ടാങ്ങിട്ടാ, തിരക്കായുണ്ട്. താങ്ക് യു മോനെ. ഞാൻ ഇറങ്ങട്ടെ അമ്മച്ചി, ഞാൻ ഇറങ്ങുവാണേ. നീ എപ്പോഴും ഇങ്ങോട്ടൊക്കെ ചേച്ചിക്ക് തിരുവനന്തപുരത്തേക്കുള്ള മഠത്തിലേക്ക് ട്രാൻസ്ഫർ പോകുന്ന വഴി ഇങ്ങോട്ട് കയറാൻ പറയണം കേട്ടോ. ആ അതുറപ്പല്ലേ. ശരി എങ്കിൽ ബൈ. ആ പപ്പയാ. അച്ചു വന്നേ, പപ്പ വിളിക്കുന്നു. ഹലോ പപ്പ. താങ്ക് യു പപ്പ. സുഖമായിട്ടിരിക്കുന്നു. പപ്പ തൈകൃത്തമ്മ എനിക്ക് ഇഷ്ടമല്ല. സുനിലിനായിരുന്നു ഇഷ്ടം. നന്നായിട്ടുണ്ട്. സ്കൂൾ വണ്ടിയിലെ ഡ്രൈവർമാരാ രണ്ടുപേര്. അവർ രണ്ടുപേരും പിള്ളേർക്ക് ഇഷ്ടം ആണ് അവരെ. അവന് കുഴപ്പമില്ല, വെള്ളം അടിക്കുമെന്നാ പറയുന്നത് ടോമിയൊക്കെ ആയിട്ട്. പപ്പ വന്നല്ലേ ഉള്ളൂ, ഇപ്പൊ ഫ്രഷ് ആയിരിക്കും. ബൈ. ആകിട്ടെ. ഹലോ ആൽഫി, കൊച്ചിന് ഓർമ്മയില്ല സ്കൂളിൽ നിന്ന് ഇതുവരെ? ശരി, ഓക്കെ എന്നാ. വഴി വെച്ച് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. കുറിച്ച് വരച്ച്
അപ്പൊ നിഖിലെ അച്ഛന് പെന്നാ വെച്ചേ, നിങ്ങൾ എന്നെ കളിക്കാൻ വരാത്തേ? ഞാൻ പോവാ. സൂക്ഷിച്ചു നോക്കുന്ന കണ്ടിട്ടില്ലേടാ? ചെപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവിടെ വരുമെന്ന് പറഞ്ഞായിരുന്നല്ലേ? ആൽഫി അച്ഛൻ വന്നോണ്ട് ജിസിന്റെ കൂടെ കൂടിയല്ലോ. ഞാൻ അല്ലെങ്കിൽ അച്ഛനെ വിളിക്കാതിരിക്കാം. എന്നാൽ രാത്രി ഇവൻ എന്തോ കണ്ട് പേടിച്ച് 2 പ്രാവശ്യം വിളിക്കുകയാണ്. എന്ന കാര്യം നമുക്ക് ആ വാർത്ത കൊടുക്കാനുള്ള പേടിപ്പിച്ചതുപോലെയാണോ? എന്താണെങ്കിലും ഞാൻ വന്നതല്ലേ, ഞാൻ ഇവനെ ഒരു കൂട്ടുകാരെ പോയി കണ്ടിട്ട് വരാം. അല്ലേ അച്ചു? വാ. ശരി, ഞാൻ നാട്ടിലോട്ട് വരാം. സമയം 11:15 അവരെന്തായാലും വന്നിരുന്നു. ഞാൻ ഒന്ന് നോക്കിയിട്ട് കാണുന്നില്ല, വിളിക്കാൻ പോയ ആളെ കാണുന്നില്ലല്ലോ. ഇവിടെ അടുത്തോ? ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം അച്ഛൻ സ്കൂളിൽ നിന്ന് തിരികെ വരും വഴി ടോമിച്ചാൻ എന്തോ അത്യാവശ്യ കാരണത്താൽ സുദീപിനെ വണ്ടി ഏൽപ്പിച്ചു. നിഖിലും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്തു. ബൈക്കിൽ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് സുദീപ് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉറക്കത്തിലായിരുന്ന അച്ചു അവിടെ വെച്ച് ഉണർന്നപ്പോൾ കണ്ടത് സുദീപ് നിഖിലിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ആ ഷോക്കാണ് അച്ചുവിലുണ്ടായിരുന്നത്. ഏകദേശം ആ സമയത്താണ് ആൽഫി ടോമിച്ചായനെ വിളിച്ചതും താമസിക്കുന്നതിൻ്റെ കാരണമന്വേഷിച്ച് ടോമിച്ചായൻ സുദീപിൻ്റെ വീട്ടിലെത്തിയതും. കുതിറി ഓടിയിറങ്ങിയ നിഖിലിനെയും അച്ചുവിനെയും കണ്ടപ്പോൾ കളിച്ചിരിക്കുവാണ് എന്ന് കരുതി ആ ദേഷ്യത്തിൽ സുദീപിനെ 2 എണ്ണം പറഞ്ഞ് വീട്ടിലെത്തിക്കുകയായിരുന്നു. ടോമിച്ചായനും സത്യത്തിൽ ഇതൊന്നും അറിഞ്ഞുകൂടാ. പേടിക്കണ്ടെന്ന് വെച്ചാ അമ്മച്ചി ചെയ്യാനുള്ളതെല്ലാം ആദ്യം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ഇതൊരു പ്രശ്നമായിട്ട് ഒരിക്കലും കരുതരുത്. കാരണം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ലൈംഗിക അതിക്രമമോ ലൈംഗിക ചൂഷണമോ അവർ നേരിടേണ്ടി വന്നാൽ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ പ്രതികരിക്കണം. 2012 നിലവിൽ വന്ന പോക്സോ ആക്ട് അനുസരിച്ച് നമ്മൾ അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ചെയ്ത കുട്ടികൾക്കെതിരെ ചൂഷണം നടത്തുന്ന അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തുന്ന ആ വ്യക്തിക്ക് തക്കതായ ശിക്ഷയും തക്കതായ പിഴ അല്ലെങ്കിൽ തടവ് ശിക്ഷ അത് കൃത്യമായിട്ട് ലഭിക്കും. അതിനോട് കൃത്യമായി നമ്മൾ പ്രതികരിക്കണം. നമ്മൾ പേടിച്ചിരിക്കരുത്. കാരണം നമ്മുടെ കുട്ടികളുടെ മേൽ വീഴേണ്ടത് ഭീതിയുടെ നിഴലല്ല, നമ്മളുടെ സ്നേഹത്തിന്റെ നമ്മുടെ സംരക്ഷണത്തിന്റെ നിഴലാണ്. അതുകൊണ്ട് ഒരു കാരണവശാൽ ഇതൊരു പ്രശ്നമാവത്തില്ല. അതോർത്ത് അവസാനം അമ്മച്ചി പേടിക്കേ വേണ്ട. ആൽഫി കേട്ടല്ലോ, പേടിക്കേണ്ട. അച്ചു കഴിക്കണ്ടടാ, പോവാ.